beautiful people. I got so many DMs telling me that we invested in some. വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചു. സോറി പറയാനാണ് ചെയ്യുന്നത്. ഹലോ മൈ വെരി 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 ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഐ നോ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട്, കാരണം തിരക്കായിട്ടുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോ എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഏതോ ഒരു ക്ലിനിക്ക് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഇവരൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല, ഉള്ള കാര്യം പറയാലോ. കാരണം കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഹെലൻ്റെ പല വീഡിയോസുകളും ഞാൻ കാണുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഹെലൻ്റെ കാണാൻ തുടങ്ങിയത് ജാസ്മിൻ ജാഫറിൻ്റെ ഒരു വിഷയം വന്നപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഹെലൻ്റെ നമ്മുടെ AR ജയു അർജുനുമായിട്ട് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. മനഃപൂർവ്വം പോയി ചൊറിഞ്ഞ്, കാരണം പുള്ളി ഏറി കയറ്റി എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. എന്നിട്ട് സ്വന്തം ചാനലിൽ തന്നെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ വരാനുണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ പുള്ളി തന്നെ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കി ചോദിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു അമ്മയെ കൊണ്ടാണ് തോന്നുന്നു ചോദിപ്പിക്കുകയൊക്കെ ചെയ്തത്, പണ്ടത്തെയാണ്. എന്നിട്ട് പുള്ളി തന്നെ അതിന് ആൻസർ പറയുന്നു. അത് അങ്ങോട്ട് 2-3 ലക്ഷം വ്യൂ അങ്ങോട്ട് പോയായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, നമുക്കറിയാം ഹെലനൊക്കെ വന്നത് ഏത് രീതിയാണെന്ന്. ഹെലൻ ഒരു കാര്യം മനസ്സിലാക്കാതെ പലവട്ടവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഒലിവേ വിഷയത്തിലാണെങ്കിൽ പോലും ദിയാസനെ, പുള്ളി ആ ഫ്രെയിമിൽ പോലും ഇല്ലാതെ ദിയാസനെ പിടിച്ചിട്ടു. നിങ്ങളൊരു ആക്ടിവിസ്റ്റാണോ, നിങ്ങൾ അതാണോ മറ്റാണോ, എനിക്കിപ്പോഴും ഉണ്ട് ഹെലൻ പറഞ്ഞില്ല. അതിൻ്റെ വീഡിയോസൊക്കെ എനിക്കുണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. അങ്ങനെ പല കേസുകെട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ ജാസ്മിൻ്റെ വിഷയം വരുന്ന സമയത്ത് ആ സമയത്ത് ആരാണ് ആ വിഷയങ്ങൾ കുറിച്ചത്, ആ വ്യക്തികളായിട്ട് കോൺടാക്ട് ചെയ്യുക, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഒരു ഇതില്ല, ഒന്നിനും ഒരു സ്റ്റാൻഡില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക. ഏറ്റവും വിശ്വസ്തനാണ് ഈ പറഞ്ഞ സായി കൃഷ്ണ. ബിഗ് ബോസിൽ പോയ സമയത്ത് സായിയുടെ ഒരു നെഗറ്റീവ് വന്നപ്പോൾ സായി അങ്ങ് ഏറിക്കയറ്റുന്ന രീതിയിലായിരുന്നു. പിന്നെ സായി വന്നപ്പോൾ പിന്നെയും പപ്പ അടിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ എന്തൊരു കാര്യത്തിന് പുള്ളിയുടെ ഒരു വിഷയം വന്ന സമയത്താണെന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എന്താ പറയുക, ഈ ഹെലൻ ഒരു സ്റ്റാൻഡില്ല, പലവട്ടം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും ഞാൻ കുറച്ച് പഴയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ കല്യാണിക്ക് സപ്പോർട്ട് ചെയ്താണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കല്യാണി ചെയ്യുന്ന അതേ പരിപാടി തന്നെയാണ് പുള്ളിയും ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ അതുൽ വ്ളോഗ്സ് ഉണ്ടല്ലോ, അതുലിൻ്റെ താഴെ വന്നിട്ടൊരു കമൻറ്റൊക്കെ ഇട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഈ പറയുന്ന സോപ്പിൻ്റെ ചീപ്പിൻ്റെ ഒക്കെ പ്രൊമോഷൻ ഇല്ല ശ്രീകുട്ടിയൊക്കെ എടുത്ത് ട്രോളിയായിരുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് പുള്ളി ഈ ടിവിയിലും സീരിയലിലൊക്കെ വരുന്നതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. ഈ സോപ്പല്ല, ഈ പറയുന്ന ശ്രീകുട്ടി എന്തൊരു പ്രൊമോഷൻ ചെയ്തപ്പോൾ തൊട്ട്. ഞാനൊരു കാര്യം പറയാം, മെയിനായിട്ട് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പ്രൊഡക്റ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്കാരുണ്ട്. നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളിതാണ് നിങ്ങളുടെ റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മുമ്പിലാണ് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ചില ആൾക്കാർ പോയി മേടിക്കും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്. നിങ്ങൾ നിങ്ങളുടെ കമ്മീഷനും കാര്യത്തിനും വേണ്ടിയൊക്കെ ചെയ്യുന്നത്, പക്ഷെ പെട്ടുപോകുന്ന അവരായിരിക്കും. അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഹെലൻ വന്നിട്ട് പറയുമായിരിക്കും, ഞങ്ങൾ ആരോടും വീട്ടിലൊന്നും വന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത് മേടിക്കണോ കാര്യമൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലൂടെ ഇതൊന്നും പറയാനും പറ്റത്തില്ല, കാരണം കാശ് മേടിച്ച് പോയതല്ലേ. അവർ പറയുന്ന പോലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും അല്ലേ നിങ്ങൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല, ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല, ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ് ചേനയാണ് ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. ഓക്കെ, അതുപോലെ തന്നെ ഇവര് പൈസ അതല്ല ഹെലനെ വിഷയം. MBBS അതും ഇതും ഒക്കെ പഠിച്ച കുറേ ആൾക്കാരുണ്ട്. 3 മാസത്തെ 6 മാസത്തെ കോഴ്സ് എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. ഹെലൻ മൊത്തമായിട്ട് വീഡിയോ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം നമ്മൾ വാല്യൂ കൊടുക്കണം? താൻ തന്നെ പറ. താൻ ആ ഒരു വീഡിയോ മൊത്തം കണ്ടാൽ ചിലപ്പോൾ താനും അതിനുള്ള മറുപടി കൊടുത്താനേ. 3, 4, 5, 6 മാസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞ് ഏറിപ്പോയ ഒരു വ്യക്തിയാണ്. ശരിക്കും അതാണ് മെയിൻ കാരണം. കുറേ വിവരക്കെട്ട സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. പുള്ളിക്കാരിക്ക് പട്ടുസാരിയൊക്കെ കൊടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി 8, 10, 12 കറിയൊക്കെ വെച്ച് ഒരു വീട്ടിലാണ് ഡെയിലി കാണിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. അതെന്തിനാണ്? ബുദ്ധിയുള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റും.
ഹെലൻ ഒരു കാര്യം പോലും കാണാതാണല്ലോ വന്ന് സംസാരിക്കുന്നത്. ആരുടെയൊക്കെയോ കുറച്ച് റിയാക്ഷൻസ് വീഡിയോ ചെയ്ത ആൾക്കാർ കഥ കേട്ട് മനസ്സിലാക്കി വന്ന് സംസാരിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, ബാക്കി വെക്കാം. വേണ്ടി ആരെ വേണമെങ്കിലും പറ്റിക്കും പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്തിട്ട്. ഇപ്പൊ എന്റേത് വന്നിട്ടുള്ളത് ഗർസോപ്പിൻ്റെതാണ്. ഞാൻ ഗർസോപ്പ് മാത്രമല്ല, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഏതൊരു ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പിന്നെ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനോ, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ചു ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. അല്ലാണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ വിറ്റാമിന്റെ കുറവ്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം കിവി ആണെന്ന് തോന്നുന്നു ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ നേരം ചായ ചായ കുടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ലാലേട്ടൻ രാവിലെ കണ്ണൻദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിയിൽ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? അതവിടെ നിൽക്കട്ടെ, നമുക്കൊന്ന് പോയിട്ട് വരാം. നമുക്കൊന്ന് തിരുവനന്തപുരം വരെ ഒന്ന് പോയിട്ട് വരാം. നിൽക്കി എന്ത് ചെയ്യാനായി ഹെലൻ്റെ ഒരു കാര്യം. നമുക്ക് ആദ്യം കുറച്ച് പുറമോട്ട് പോയിട്ട് വരാം. എന്ത് ചെയ്യാനാണ് എൻ്റെ പൊന്ന് കൊച്ചേ, നല്ല രീതി. നമുക്കൊന്ന് തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്, വെക്കാം. കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആവുന്നതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് റഫ് സൈഡ്. ഇത് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് ഇതിന്റെ സ്മൂത്ത് സൈഡ്. ഇത് നമ്മുടെ സ്കിൻ നല്ല നെറിഷ് ആയിട്ടിരിക്കാനും സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയവും നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ സാഫ്രോൺ. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തില്ല. ഫ്രേഗ്രൻസ് ഒരു രക്ഷയില്ല. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഈ ഒരു സ്മെല്ല് നിങ്ങളെ മേത്ത് തന്നെ ഇങ്ങനെ കഴുകും. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലെ ടാൻ നല്ലപോലെ റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, മോഹൻലാലിൻ്റെ കിവി, മോഹൻലാലിൻ്റെ ഐസ്ക്രീമും. ഇത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാനിത് ടെസ്റ്റ് ചെയ്തതാണ് ഗൈസ് എന്ന് പറയും. ഹെലന് 1 മില്യണോളം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിൽ. ഹെലനെ വിശ്വസിച്ചാണ് ആൾക്കാർ നിൽക്കുന്നത്. ഈ ഫാമിലി വ്ളോഗൊക്കെ കണ്ട് നിൽക്കുന്നവരെന്നൊക്കെ പറഞ്ഞാൽ ഈശ്വരാ പെണ്ണ് പറയുന്നതെല്ലാം കറക്റ്റ് കാര്യം എന്ന് വിചാരിക്കും. ഓക്കെ, ഹെലൻ മാത്രമല്ല പല ആൾക്കാരുടെയും കാര്യമാണ് ഞാനീ പറയുന്നത്. ഓരോരുത്തരൊക്കെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറയും. ഫാമിലി വ്ളോഗ് ഈ ശ്രീകുട്ടിയൊക്കെ അവരുടെ വീഡിയോക്കകത്തൊക്കെ വന്നിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നി. എൻ്റെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറിയത് ഈ ആപ്പ് വഴിയാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കഷ്ടം, തനിക്ക് നാണമില്ലോട് വന്നിട്ട് ഇങ്ങനെ പറയാനാ? ഉണ്ടല്ലോ ചേച്ചി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സ്കിന്നിലുള്ള വിട്ടുമാറുന്ന ടാൻ റിമൂവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 21 മുതൽ 25 ദിവസം വരെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ്ലി വരെ യൂസ് ചെയ്ത് നോക്കാം. ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞില്ലേ, ദിയാസനയുടെ കാര്യം ഇന്ന് ജസ്റ്റ് ഞാൻ സംസാരിച്ച ഓർമ്മയില്ലേ, അതും കൂടെ വെച്ച് തരാം. കാരണം ഒരു കാര്യം മനസ്സിലാക്കാതെ വന്നിട്ടാണ് ഈ കൊച്ചു സംസാരിക്കുന്നത്. അന്നും ആ ഒലിവിയ വിഷയത്തിൽ ഒരു ഇതുമില്ലാതെ ദിയാസനെ പിടിച്ചിടുകയും ചെയ്തു. അത് ആരാണ്ട് എനിക്കൊന്നുമില്ല, താത്തയാന്ന് തോന്നുന്നു അന്ന് ലൈവിൽ കിടന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഒരു മുക്കും മൂലയൊക്കെ കണ്ട്, അല്ലെങ്കിൽ ദിയയുടെ കോൺടാക്ട് ഉണ്ടായിരുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ദിയ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കായിരുന്നു. എന്താ എൻ്റെ സത്യാവസ്ഥ? ഇതെല്ലാം കഴിഞ്ഞ് നാണം കെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ അന്ന് ഈ പറയുന്ന ഹെലനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഹെലൻ വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഇത് ജനങ്ങൾ കാണേണ്ട ഒരു കാര്യങ്ങളാണ്. ഇവരെയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ ഇവർക്ക് നേട്ടത്തിന് വേണ്ടി കാണിക്കുന്ന ഉള്ള കാര്യം പറയാലോ.
ആ ഒരു ഞാൻ കടൽ മച്ചാന്റെ വീഡിയോ ചെയ്ത സമയത്ത് ദിയ ചേച്ചിയും കൂടെ ഇവരുടെ എന്താ പറയുക കോംപ്രമൈസിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ലൈവ് കണ്ടതിന്റെ പുറത്ത്, പിന്നെ രണ്ടാൾക്കാർ വീഡിയോ ചെയ്തതിന്റെ പുറത്തായിരുന്നു അവസാനം. രണ്ടാൾക്കാരുടെ വീഡിയോയുടെ പുറത്തും ഈ പറയുന്ന ലൈവ് ഉണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനുള്ള കാര്യം പറയാമല്ലോ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാലാ. നമ്മളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിഴുങ്ങിയാണ് സംസാരിക്കുന്നത് കേട്ടോ. അതൊന്നും ഒരു ഉപദേശമായിട്ട് കൂട്ടിയാൽ മാത്രം മതി. പറഞ്ഞത് തന്നെ അറിയാം. ഞാൻ നോർമലി എന്റെ വീഡിയോസിൽ പറയാറുണ്ട്, ഇന്ന ആളുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമെന്ന്. എനിക്ക് എഡിറ്റ് ഇന്ന ആളുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ അറിയാം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണോ തൻ്റെ വീഡിയോ ഞങ്ങളൊക്കെ കാണുന്നത്? അറിയാൻ വയ്യത്തോണ്ട് നോക്കിയോ, എന്തിനാണ് തൻ്റെ വീഡിയോ ഞങ്ങൾ കാണുന്നത്? വല്ലവൻ്റെ പ്രൊഫൈൽ പോയി നോക്കിയാൽ മതി. എന്നാൽ പിന്നെ ഒരു സ്റ്റോറി ഇടും, ഇന്ന സമയത്ത് ഇന്ന പ്രൊഫൈൽ പോയി നോക്കിയാൽ ഇന്ന ക്ലൂ കിട്ടും. അതേ സംഭവത്തിൻ്റെ തന്നെ അടുത്ത ആളുടെ പ്രൊഫൈൽ നോക്കി അടുത്ത ക്ലൂ കിട്ടും. എന്നാൽ അങ്ങനെ ഇടും. ഒരു സാമാന്യ ബോധം വേണ്ടേ? ഈ കൊച്ചു എന്തോ പറയുന്നത് ഇതിനു പോലും ഒരു ബോധമില്ല. ഏതോ ഒരു ക്ലിനിക്ക് എന്ന് പറഞ്ഞില്ലേ, ഏതോ ഒരു ക്ലിനിക്ക്, എന്താ ക്ലിനിക്കിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇല്ലേ, ഏതോ ഒരു ക്ലിനിക്ക് ചെയ്യാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണത്. അപ്പം ദിയ ചേച്ചി എനിക്ക് കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. എന്റെ കോൺടാക്റ്റിലുള്ള വ്യക്തിയാണ്. ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. ആക്ച്വലി എനിക്കത് ചോദിച്ചാൽ മതിയായിരുന്നു, ഞാൻ ചെയ്തില്ല. അത് എന്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. ഞാനത് ചോദിക്കാതെയും പറയാതെയുമാണ് ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ചേച്ചിന്റെ പേര് ട്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇപ്പം കോൺടാക്ട് ചെയ്ത സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്ന കുട്ടികൾ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും ലീഗൽ സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുമെന്നായിരുന്നു ചേച്ചി പറഞ്ഞത്. പിന്നെ വേറെ പല കാര്യങ്ങളിലും തിരക്കായി. ഓക്കെ, കണ്ടില്ലേ? ഒരു കാര്യം അറിയാതെ ഒരാളെ വിമർശിച്ചിട്ട് വന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് ഇതായിരുന്നു സംഭവം. എല്ലാവരും ഒന്നും വീഡിയോ കാണണമെന്നില്ല. ആദ്യം കണ്ട വീഡിയോ രണ്ടാമത്തെ വീഡിയോ കാണണമെന്നൊന്നുമില്ല. ആദ്യം താത്ത കുറ്റം പറഞ്ഞു, രണ്ടാമത്തെ വീഡിയോക്ക് അത് നല്ലത് പറയുന്ന ഒരു മനുഷ്യൻ കാണണമെന്നില്ല. തൻ്റെ ഒരു ഇത് കാരണം ഒരാൾ തെറ്റിദ്ധരിച്ചാൽ അത്രയും പ്രശ്നമല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ വെച്ച് തരാം. ഇനി പുള്ളിക്കാരി പണ്ട് ആപ്പ് നമ്മളെ ഗെയിമിൻ്റെ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. എൻ്റെ പഴയ വീഡിയോയ്ക്കകത്ത് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഹെലൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തത് ഓർമ്മയില്ല. എൻ്റെ പഴയ വീഡിയോ ഞാൻ എടുത്ത് വെച്ചൊരു സംഭവമാണ്. ഓക്കെ, അല്ല ഗൈസ്, ക്ലിപ്പ് മാറിപ്പോയി. ഇതാണ് സംഭവം. People, I got so many DMs telling me that we invested in some crypto and we never get that profit. ഇതിനകത്ത് ഞാൻ എൻ്റെ പഴയ എൻ്റെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എൻ്റെ കോലം കണ്ടില്ലേ? So I'm mentioning a page here named Saket Jaiswal. You guys can DM him. വെറുതെ വെച്ച് വെറുപ്പിക്കുന്നില്ല. ഓക്കെ, He'll guide you how to invest and double your money. So what you guys are waiting for, go and DM him. He's 100% trusted and genuine. ഉണ്ടോ? ഒരു വീഡിയോ വന്ന് എടുക്കുന്നത് തന്നെ ഉണ്ടല്ലേ, പുള്ളിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത, എന്താ പറയണ്ടേ, ഒരു മടി. എന്തായാലും കിട്ടുന്ന പൈസയല്ലേ ഉള്ളതാട്ടെ. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ എടുത്ത് അങ്ങ് ഏറി വിട്ട് കഴിഞ്ഞപ്പോഴത്തേ കിടക്കുന്ന അടുത്ത വീഡിയോ. ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെനിക്ക് എന്താ പറയുക, അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെന്റ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക വലിയൊരു അബദ്ധമാണ് എന്നുള്ളത്. ഐ എം റിയലി വെരി വെരി സോറി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഐ എം സോറി. ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം സോ സോറി. അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. എൻ്റെ അബദ്ധമാണ്. അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഇടരുത് പ്ലീസ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതൊരു പ്രൊമോഷനല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അന്ന് മാപ്പ് പറഞ്ഞു? എന്തായാലും അത് ഗവൺമെൻറ് അപ്രൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മളിവിടെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം 100 വെച്ചിട്ട് 200-300 പിടിക്കാൻ നോക്കുവാണെങ്കിൽ പഴയ എല്ലാ ചൂതുകളി പോലെ ആയിപ്പോവും, അവസാനം 3G ആയിപ്പോവും. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹെലൻ ഇപ്പോൾ എടുത്ത ഈ സ്റ്റാൻഡുള്ള ഈ കല്യാണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്റ്റാൻഡ് എന്തുകൊണ്ട് അന്ന് എടുത്തില്ല? അല്ല പോട്ടെ, മനുഷ്യരല്ലേ, എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാമല്ലോ. ഞാനൊരു കാര്യം പറയാല്ലേ, ഇവർക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ വ്യക്തികളുടെയൊക്കെ വീഡിയോസുകളെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എല്ലാം ഓർമ്മയുണ്ട്. ഒരു സ്റ്റാൻഡില്ല, ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നിട്ട് കല്യാണിയെ സപ്പോർട്ട് ചെയ്യുന്നത്. കല്യാണി എന്തൊക്കെ വിവരക്കേടുകളാണ് വിളിച്ച് പറഞ്ഞത്, അത് ആലോചിക്കുക. അവരൊരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് വന്നിട്ട് പോലും അവർ പ്രൊമോഷൻ നടത്തി, പല കാര്യത്തിനും അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് മേടിയ അങ്ങനെയാണ് മെറ്റയാണെന്ന് എത്ര ആൾക്കാരെ പറ്റിച്ചു, എത്ര ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് വന്നിട്ട് ആ ഹോസ്പിറ്റലിനെ നെഞ്ചത്തോട്ട് കയറുന്ന വെച്ച് അവിടെ ഹോസ്പിറ്റലുകാരുടെ അടുത്ത വിഷയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും താൻ ഇവിടെ ചർച്ച ചെയ്തോ? താൻ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ആ ഹോസ്പിറ്റൽ ആൾക്കാർക്ക് എന്തൊക്കെ സംഭവിച്ചു, അവർക്കെതിരെ അവരാണ് ആദ്യം പോലീസിനെ വിളിച്ചതും അതിനെക്കുറിച്ച് വല്ല ഹെലൻ സംസാരിക്കുന്നുണ്ടോ?
നോക്കട്ടെ ആ ഒരു വീഡിയോയുടെ ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹെലൻ്റെ ഞാൻ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് വലിയ ഞാൻ പറയട്ടെ, കുറേ ഫാൻസുകാരുണ്ട് ഇവറ്റകളൊക്കെ വിശ്വസിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ. എന്നിട്ട് കുറ്റം മൊത്തം ആർക്കാ? ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ വെറും പുച്ഛം പോലെ അങ്ങനെ കുറേ എണ്ണം. ഇനി നെക്സ്റ്റ് നമ്മള് ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഞാനിവിടെ നിർത്തുക. എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയുണ്ട് സാധനങ്ങൾ. വെറുതെ മിനിറ്റ് കൂട്ടിയാൽ എനിക്ക് കൂടുതലും വ്യൂവും ചിലപ്പോൾ പൈസയും കിട്ടുമായിരിക്കും. പക്ഷെ വേണ്ട, ആൾക്കാർക്ക് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നി. പല കാര്യത്തിലും അവർക്ക് സ്റ്റാൻഡില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. എന്തായാലും അഭിപ്രായം തീർച്ചയായിട്ടും വേണം. കാരണം മിണ്ടാതിരിക്കുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ വരുന്നത്.